നമസ്കാരം, എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഡിജി തോമസ്. പ്രധാന വാർത്തകൾ. MTക്ക് വിട നൽകി മലയാളക്കര. കേരളത്തിന് പൊതുവിലും മലയാള സാഹിത്യ ലോകത്തിന് വിശേഷമായും നികത്താനാവാത്ത നഷ്ടം പിണറായി വിജയൻ. MTയുടെ ഓർമ്മ നിലനിൽക്കാൻ സാംസ്കാരിക വകുപ്പിന് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ആലോചിക്കും എന്ന് മന്ത്രി സജി ചെറിയാൻ. MT വാസുദേവൻ നായരെ വീട്ടിലെത്തി അവസാനമായി കണ്ട് അന്ത്യോപചാരം അർപ്പിച്ച് മോഹൻലാൽ. കുത്തരിയുമായി MTയെ കാണാൻ പോയ കാലം ഓർത്തെടുത്ത് ബാലകൃഷ്ണൻ. വാർത്തകൾ വിശദമായി. MTക്ക് വിട നൽകി മലയാളക്കര. സിത്താരയിൽ നിന്നും MT പടിയിറങ്ങി. മലയാളത്തിന്റെ പ്രിയ സാഹിത്യകാരൻ ഇനി ഓർമ്മയായി. എഴുത്തുകാരന് ഒരിക്കലും മരണമില്ലെങ്കിലും ഒരു നാടിനെ മുഴുവൻ ദുഃഖത്തിലാഴ്ത്തിയാണ് MT വിട പറഞ്ഞത്. ആചാരപ്രകാരമുള്ള ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം വിലാപയാത്രയായി മാവൂർ റോഡിലെ ശ്മശാനമായ സ്മൃതിപഥത്തിലേക്ക് കൊണ്ടുപോയി. സ്മൃതിപഥത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾക്ക് ശേഷം ആദ്യമായി എത്തുന്ന മൃതദേഹം MTയുടേതാണ്. മരണത്തിന് ശേഷം പൊതുദർശനവും വിലാപയാത്രയും വേണ്ടെന്ന് MTക്ക് ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തെ അവസാനം ഒരു നോക്ക് കാണാൻ ആയിരങ്ങൾ സിത്താരയിലേക്ക് ഒഴുകിയെത്തി. MTയുടെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള യാത്രയിൽ ആയിരങ്ങൾ പങ്കെടുത്തതോടെ വിലാപയാത്ര MTയുടെ ആഗ്രഹത്തെ മാറ്റി നിർത്തുകയായിരുന്നു. ഇനി ഒരിക്കലും കാണാൻ കഴിയാത്ത ലോകത്തേക്ക് MTക്ക് കണ്ണീരോടെയാണ് കേരളം വിട നൽകിയത്. കേരളത്തിന് പൊതുവിലും മലയാള സാഹിത്യ ലോകത്തിന് വിശേഷമായും നികത്താനാവാത്ത നഷ്ടം പിണറായി വിജയൻ. മുഖ്യമന്ത്രി പിണറായി വിജയൻ സിത്താരയിലെത്തി MTക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചു. മലയാളത്തിന്റെ അക്ഷര വെളിച്ചത്തിന് ആദരം അർപ്പിക്കാനെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ കുടുംബത്തെ ആശ്വസിപ്പിച്ചു. മലയാള സാഹിത്യത്തെ ലോക സാഹിത്യത്തിന്റെ നെറുകയിലെത്തിച്ച പ്രതിഭയെയാണ് MTയുടെ വിയോഗത്തിലൂടെ നമുക്ക് നഷ്ടമായിരിക്കുന്നതെന്നാണ് മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടത്. കേരളത്തിന് പൊതുവിലും മലയാള സാഹിത്യ ലോകത്തിന് സവിശേഷമായും നികത്താനാവാത്ത നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നതെന്നും പിണറായി വിജയൻ പറഞ്ഞു. MTയുടെ ഓർമ്മ നിലനിൽക്കാൻ സാംസ്കാരിക വകുപ്പിന് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ആലോചിക്കും എന്ന് മന്ത്രി സജി ചെറിയാൻ. MTയുടെ ഓർമ്മ നിലനിൽക്കാൻ സാംസ്കാരിക വകുപ്പിന് എന്തു ചെയ്യാൻ കഴിയുമെന്ന് ആലോചിക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ. MT എന്ന രണ്ടക്ഷരം കേരളത്തിന് നൽകിയ സംഭാവനയെ ധ്വനിപ്പിക്കുന്നതാണ് എന്നും അദ്ദേഹം പറഞ്ഞു. പകരം വയ്ക്കാൻ ആളില്ല എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. MTയെ നമുക്ക് ആദരിക്കാതിരിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതൊരു പഠനാർഹമായ വിഷയം തന്നെയാണ്. MT എന്ന രണ്ട് വാക്ക് തന്നെ അടുത്ത തലമുറ പഠിച്ചിരിക്കണം. അത്രമാത്രം സാഹിത്യത്തിലും സിനിമയ്ക്കും സാമൂഹ്യ മേഖലയിലും സാംസ്കാരിക മേഖലയിൽ ഇടപെട്ട് നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വമാണിത്. അതുകൊണ്ട് ഗവൺമെൻറ് തീർച്ചയായിട്ടും ആ കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി തുടർന്ന് ആലോചിക്കും. സാംസ്കാരിക വകുപ്പിൻ്റെ നേതൃത്വത്തിൽ എന്താണ്, എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യുന്നത് എന്നതിനെ സംബന്ധിച്ച് തീരുമാനമെടുക്കും. അത് തീർച്ചയായിട്ടും നടപ്പാക്കാനായിട്ട് ഒരു ശ്രമം ഞങ്ങൾ ആരംഭിക്കുന്ന കാര്യം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. MT വാസുദേവൻ നായരെ വീട്ടിലെത്തി അവസാനമായി കണ്ട് അന്ത്യോപചാരം അർപ്പിച്ച് മോഹൻലാൽ. അന്തരിച്ച സാഹിത്യ പ്രതിഭ MT വാസുദേവൻ നായരെ വീട്ടിലെത്തി അവസാനമായി കണ്ട് അന്ത്യോപചാരം അർപ്പിച്ച് മോഹൻലാൽ. ഇന്ന് പുലർച്ചെ 5 മണിയോടെയാണ് കോഴിക്കോട്ടെ MTയുടെ സിത്താര എന്ന വീട്ടിലേക്ക് മോഹൻലാൽ എത്തിയത്. MTയുടെ സ്നേഹം വേണ്ടുവോളം അനുഭവിക്കാൻ ഭാഗ്യമുണ്ടായെന്ന് മോഹൻലാൽ അനുസ്മരിച്ചു. എനിക്ക് ഏറ്റവും നല്ല കഥാപാത്രങ്ങൾ തന്ന വ്യക്തിയാണ് MT വാസുദേവൻ നായർ. ഒരുപാട് തവണ പരസ്പരം കാണുന്നില്ലെങ്കിലും തമ്മിൽ നല്ല സ്നേഹബന്ധമുണ്ടായിരുന്നു. ഞാൻ അഭിനയിച്ച നാടകങ്ങൾ കാണാൻ അദ്ദേഹം മുംബൈയിൽ എത്തിയിരുന്നു. തമ്മിൽ വൈകാരികമായ അടുപ്പമുണ്ടായിരുന്നു. ഓളവും തീരവുമാണ് അവസാന ചിത്രം. ഇന്ത്യ കണ്ട മികച്ച എഴുത്തുകാരനെയാണ് നഷ്ടമായത്. ആരോഗ്യ വിവരങ്ങൾ ആശുപത്രിയിൽ വിളിച്ച് അന്വേഷിച്ചിരുന്നുവെന്നും മോഹൻലാൽ വിശദീകരിച്ചു. കുത്തരിയുമായി MTയെ കാണാൻ പോയ കാലം ഓർത്തെടുത്ത് ബാലകൃഷ്ണൻ. MT എന്ന എഴുത്തുകാരനെ എന്നും നെഞ്ചോട് ചേർത്ത് പിടിച്ച് ജീവിക്കുന്ന ബാലകൃഷ്ണൻ MTയെ അവസാനമായി ഒരു നോക്ക് കാണാൻ കഴിയാത്തതിന്റെ വിഷമത്തിലാണ്. തൃശൂർ ജില്ലയിലെ
വടക്കാഞ്ചേരിക്കടുത്ത തെക്കുംകര മാങ്ങാട്ടുപറമ്പിൽ ബാലകൃഷ്ണൻ MTയുടെ കടുത്ത ആരാധകനാണ്. വായന ചെറുപ്പം മുതലേ ശീലമാണെങ്കിലും പിതാവ് വീട്ടിൽ നിന്നും പിണങ്ങിപ്പോയ ശേഷമാണ് MTയുടെ പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങിയതെന്ന് ബാലകൃഷ്ണൻ പറഞ്ഞു. MTയുടെ അസുരവിത്തിലെ ഗോവിന്ദൻകുട്ടി എന്ന കഥാപാത്രം താനാണെന്ന് തോന്നിയതായും ഇക്കാര്യം MT വാസുദേവൻ നായരോട് പറഞ്ഞതായും ബാലകൃഷ്ണൻ പറഞ്ഞു. 1965 നവംബർ മാസം അവസാന വാരത്തിൽ RM മണിക്കലത്തിൻ്റെ അയൽവക്കക്കാരൻ എന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തിനെ കാണാനിരുന്നു കോഴിക്കോട് കൊട്ടാര റോഡിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ 9ാം ക്ലാസ്സിൽ തോറ്റു. പിന്നെ കൃഷിക്കാരനായിട്ട് അങ്ങനെ കൂടിയ കാലത്ത് എൻ്റെ തുണക്കാർക്കൊക്കെ ജോലിയും കാര്യങ്ങളൊക്കെ ആയപ്പോൾ നമുക്കൊരു നിരാശ വന്നു ജീവിതത്തിൽ. അപ്പോൾ ഇങ്ങനെ പുസ്തകങ്ങൾ വായിക്കാനായിട്ട് വായനശാലയിൽ മെമ്പർഷിപ്പ് എടുത്തു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം ആദ്യം പാതിരാവും പകൽ വെളിച്ചവും എന്ന് പറഞ്ഞൊരു പുസ്തകം കിട്ടി. അത് വായിച്ച് നോക്കിയപ്പോൾ ഇത് കൊള്ളാലോ. മറ്റു പലരും വായിച്ചിട്ടുണ്ട്. ഞാൻ കേശവദേവ്, തകഴി, ബഷീർ, ഉറൂബ്, പൊറ്റേക്കാട്ട്, മലയാറ്റൂർ രാമകൃഷ്ണൻ, EM ഗോര്, ലളിതാംബിക തർജ്ജനം, മാധവിക്കുട്ടി, മുനത്തിൽ കുഞ്ഞബ്ദുള്ള, OV വിജയൻ, MK മേനോൻ, NV കിഷോവാരർ, അങ്ങനെ എല്ലാവരും വായിച്ചിട്ടുണ്ട്. പക്ഷെ ചെന്ന് കണ്ട് തോഴണം എന്ന് എനിക്ക് ഇദ്ദേഹത്തിനെ മാത്രമേ തോന്നിയുള്ളൂ, MT സാറിനെ. അത് 2-3 പുസ്തകം വായിച്ചപ്പോഴേക്കും എനിക്ക് 4 കെട്ടും അസുരവിത്തൊന്നും എഴുതിയിട്ടില്ല. അസുരവിത്ത് എഴുതിയിട്ടുണ്ട്. അതിരാളൻ കുഞ്ഞിനും ഭാരതപ്പുഴയ്ക്കും ഇടയ്ക്ക് അരണ്ട ഭൂപ്രദേശത്തും കാറ്റും വെളിച്ചവും കടക്കാത്ത ഇരുണ്ട മുറിക്കകത്തുമായി ജീവിതം അവസാനിപ്പിക്കേണ്ടി വരുമെന്ന് നെടുവീർപ്പിട്ട ഒരു ഗോവിന്ദൻകുട്ടിയുണ്ട് അസുരവിത്തിലെ. അത് അദ്ദേഹം എന്നെ മനസ്സിൽ കണ്ടിട്ടാണല്ലോ എഴുതിക്കണേ. എനിക്കാണെങ്കിൽ വീട്ടിൽ സാമ്പത്തിക സൗകര്യമുണ്ട്. പക്ഷെ അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് കാരണന്മാർക്ക് അറിയില്ല. അവർ നമുക്ക് സ്നേഹം കുറവുള്ള ആൾക്കാരായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കണത്. ഞാൻ 8ാം ക്ലാസ്സോ 9ാം ക്ലാസ്സോ എന്ന് പറയണ്ട, 9th സ്റ്റാൻഡേർഡ്, അതായത് പ്രിപ്പയറേറ്റീവ് പഠിച്ചിട്ടുണ്ട് ഞാൻ അന്ന് 4. അപ്പോൾ സർട്ടിഫിക്കറ്റ് നമുക്ക് TC തരുമ്പോൾ അതിൽ 9th സ്റ്റാൻഡേർഡ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഒന്നും കാര്യമില്ല, പ്യൂണിൻ്റെ പണിക്കുള്ള യോഗ്യതയുള്ളൂ. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പുസ്തകം വായിച്ചുകൊണ്ട് എൻ്റെ മക്കളൊക്കെ ഹൈ ലെവലായി. അദ്ദേഹത്തിൻ്റെ എല്ലാ പുസ്തകവും വായിച്ചിട്ടുണ്ട്. 4 കെട്ട്, അസുരവിത്ത്, മഞ്ഞ്, കാലം, ബാധിരാവും, പകൽപിടിച്ചോ, 2ാം മൂഴം, വിലാപയാത്ര, അറബിപ്പെണ്ണ്, വാരാണസി, പിന്നെ ആ ചെറുകഥകൾ മുഴുവൻ, നഷ്ടപ്പെട്ട ദിനങ്ങൾ, ഇരുട്ടിൻ്റെ ആത്മാവ്, കുട്ടിയെടുത്തി, ദാറസ്സലാം, പിന്നെ അതുപോലെ അക്കൽ ദാമയിൽ പൂക്കൾ വരും, അങ്ങനെ എല്ലാം വായിച്ചിട്ടുണ്ട്. എനിക്ക് അതന്നെയായിരുന്നു പണി. ബന്ധം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ 1-2 പുസ്തകം വായിച്ചപ്പോൾ എൻ്റെ ജീവിതമായിട്ട് അസുരവിത്തിലെ ഗോവിന്ദൻകുട്ടി എന്ന് പറഞ്ഞൊരു കഥാപാത്രം ഉണ്ടല്ലോ. അതിരാളൻ കുഞ്ഞിനും ഭാരതപ്പുഴയ്ക്കും ഇടയ്ക്ക് അരണ്ട ഭൂപ്രദേശത്തും കാറ്റും വെളിച്ചവും കടക്കാത്ത ഇരുണ്ട മുറിക്കകത്തുമായി ജീവിതം അവസാനിപ്പിക്കേണ്ടി വരുമെന്ന് നെടുവീർപ്പിടുന്ന ഗോവിന്ദൻകുട്ടി ഉണ്ടതില്ലേ. ഇതങ്ങോടെ അദ്ദേഹം എന്നെ കണ്ടിട്ടാണല്ലോ ഇത് എഴുതിക്കണത്. എൻ്റെ മാനസിക നിലയാണപ്പോൾ ഈ ഗോവിന്ദൻകുട്ടിയുടെ എന്ന് തോന്നി എനിക്ക്. അപ്പോഴാണ് ഞാൻ അദ്ദേഹത്തിനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഈ പാതിരാവും പകൽ വെളിച്ചവും വായിച്ചു. അത് പിന്നെ അങ്ങനെ ഇട്ടു. അപ്പോഴേക്കും 4 കെട്ടുണ്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞു. ലൈബ്രറി സെക്രട്ടറി, ലൈബ്രറി വായനശാല സെക്രട്ടറി. അപ്പോൾ അത് വായിച്ചു. പിന്നെ അസുരവിത്ത് വായിച്ചപ്പോൾ എനിക്ക് ഒന്നും കൂടിയും താല്പര്യം തോന്നി. കാരണം എന്നെപ്പോലെയുള്ള ആൾക്കാരാണല്ലോ കഥാപാത്രം ഇദ്ദേഹത്തിൻ്റെ. അപ്പോൾ ചെന്ന് കാണണം തോന്നി. അങ്ങനെ അവിടെ അങ്ങോട്ട് കണ്ട് MTയുടെ 90ാം പിറന്നാൾ ആഘോഷ ചടങ്ങ് കോഴിക്കോട് വെച്ച് മാതൃഭൂമി സംഘടിപ്പിച്ചപ്പോൾ ക്ഷണം ലഭിച്ചിരുന്നു. കോഴിക്കോട് എത്തിയിരുന്നെങ്കിലും MTയെ കാണാനായില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. കർഷകനായി ബാലകൃഷ്ണൻ ഇടയ്ക്കിടെ MTയെ കാണാൻ പോകുമായിരുന്നു. MTക്ക് കൊടുക്കാൻ നല്ല കുത്തരിയാണ് ബാലകൃഷ്ണൻ കയ്യിൽ കരുതുക. കുത്തരി MTക്ക് ഏറെ ഇഷ്ടവുമാണ്. തന്റെ മകളുടെ വിവാഹത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ പറഞ്ഞ കാര്യം ബാലകൃഷ്ണൻ ഇപ്പോഴും ഓർത്തെടുക്കുന്നു. 3 മാസം മുമ്പ് വരെ MTയുമായി സംസാരിച്ചിരുന്നു. പ്രായമായതിനാൽ MTയുടെ ചേതനയേറ്റ ശരീരം ഒരു നോക്ക് കാണാൻ കഴിയാത്തതിന്റെ ദുഃഖത്തിലാണ് ബാലകൃഷ്ണൻ. സിനിമയിൽ ഒന്നുമല്ലായിരുന്ന തന്നെ ലോകമറിയുന്ന കുട്ടിയെടുത്തിയാക്കിയത് MT വാസുദേവൻ നായർ, കുട്ടിയെടുത്തി വിലാസിനി. സിനിമയിൽ ഒന്നുമല്ലായിരുന്ന തന്നെ ലോകമറിയുന്ന കുട്ടിയെടുത്തിയാക്കിയത് MT വാസുദേവൻ നായരാണെന്ന് നടി കുട്ടിയെടുത്തി വിലാസിനി. വാസുവേട്ടനെ എനിക്ക് മറക്കാൻ കഴിയില്ല. കോഴിക്കോട്ടെ നിരവധി കലാകാരന്മാർക്ക് വാസുവേട്ടൻ അവസരം കൊടുത്തിട്ടുണ്ട്.
വാസുവേട്ടൻ മരിക്കരുതെന്ന് നേർച്ച നേർന്നിരുന്നുവെന്നും ആരാധനയാണ് തനിക്കെന്നും കുട്ടിയടത്തി വിലാസിനി പറഞ്ഞു. അന്തരിച്ച MT വാസുദേവൻ നായരെ അവസാനമായി കാണാൻ കോഴിക്കോട്ടെ വസതിയിൽ എത്തിയപ്പോഴായിരുന്നു പ്രതികരണം. ബാലൻ K നായർ, കുതിരവട്ട പപ്പു അടക്കം നിരവധി പേർക്ക് അവസരം നൽകിയിട്ടുണ്ട്. അധികം സംസാരിക്കില്ല, എല്ലാവരോടും നല്ല രീതിയിൽ മാത്രമേ സംസാരിക്കുകയുള്ളൂ. വാസുവേട്ടൻ മരിക്കരുതെന്ന് നേർച്ച നേർന്നിരുന്നു. ആരാധനയാണ് തനിക്കെന്നും വിതുമ്പിക്കൊണ്ട് നടി കുട്ടിയടത്തി വിലാസിനി പ്രതികരിച്ചു. 67 മുതൽ വാസുവേട്ടനെ പരിചയമുണ്ട്. മാതൃഭൂമി വാർഷികത്തിൽ നാടകമുണ്ടാകും. ഞാനായിരുന്നു മുഖ്യ കഥാപാത്രം. ആ നാടകത്തിൽ ഫൈനൽ റിഹേഴ്സലിന് വാസുവേട്ടൻ വരും. ഒന്നും സംസാരിക്കില്ല. പരിശീലനം കഴിയുന്നതുവരെ നാടകം കാണും. ഡയറക്ടറെ വിളിച്ച് തെറ്റുകുറ്റങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. അങ്ങനെയുള്ള പരിചയമാണ്. നാടകത്തിൽ ഞാൻ വലിയ നടിയാണ്, സിനിമയിൽ ഞാൻ 0 ആയിരുന്നു. കോഴിക്കോട്ട് വിലാസിനി എന്ന ഞാൻ കുട്ടിയടത്തി വിലാസിനിയായത് കുട്ടിയടത്തി എന്ന സിനിമ ചെയ്ത ശേഷമാണ്. വാസുവേട്ടനെ എനിക്ക് മറക്കാൻ കഴിയില്ല. കോഴിക്കോട്ടെ നിരവധി കലാകാരന്മാർക്ക് വാസുവേട്ടൻ അവസരം കൊടുത്തിട്ടുണ്ട്. ഇനിയൊരു ഇടവേള. പ്രായം എത്രയായാലും ഒന്ന് നടക്കാൻ ആഗ്രഹിക്കാത്തവർ ലോകത്തെവിടെയും ഉണ്ടാവില്ല. ലോകമെമ്പാടുമുള്ള ജനങ്ങളെ ഏതാണ്ട് ഒരേ രീതിയിൽ അലട്ടുന്ന പ്രശ്നമാണ് മുട്ടുതേയ്മാനം. 45 കഴിഞ്ഞവർക്ക് മുട്ടുതേയ്മാനം കണ്ടുവരുന്നുണ്ട്. മുട്ടുതേയ്മാനം സംഭവിച്ചവർ മുട്ടുമടക്കാൻ പോലും കഴിയാതെ വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടേണ്ടി വരുന്ന അവസ്ഥയാകും. അത്തരം രോഗികളുടെ ജീവിതം തന്നെ മാറുന്ന വിധത്തിൽ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ശസ്ത്രക്രിയ പ്രചാരം നേടിക്കഴിഞ്ഞു. കൃത്രിമ മുട്ട് മാറ്റിവെക്കുന്നതിനായി സാങ്കേതിക വിദ്യ സ്വന്തം പരീക്ഷണാടിസ്ഥാനത്തിൽ കണ്ടെത്തുകയും അതിൽ വിജയം കാണുകയും ചെയ്ത വ്യക്തിയാണ് ഡോക്ടർ പ്രേംകുമാർ. വടക്കാഞ്ചേരിയിലെ മാക്സ് കെയർ ഹോസ്പിറ്റലിലാണ് ഡോക്ടർ സർവീസ്. ഇവരുടെ ഈ സേവനം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടറെ കോണ്ടാക്ട് ചെയ്യണം. അങ്ങനെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറ്റട്ടെ. ഞാൻ എൻ്റെ ജീവിതത്തിൽ എത്ര ചിന്തിക്കാറുള്ളൂ, ഞാൻ കാരണം ഒരു മനുഷ്യന്റെ ബുദ്ധിമുട്ടുകൾ മാറ്റാൻ പറ്റിയാൽ, എല്ലാ ബുദ്ധിമുട്ടും അവന്റെ മാറ്റാൻ നമുക്ക് പറ്റില്ല, ഒരു ബുദ്ധിമുട്ടെങ്കിലും മാറ്റാൻ രണ്ടെണ്ണം മാറ്റല്ലേ, രണ്ട് ബുദ്ധിമുട്ട് മാറ്റാം കേട്ടാ. കാലിന്റെ മുട്ടിന്റെ ബുദ്ധിമുട്ട് അത് നമ്മൾ മാറ്റി തരും. ചുരുക്കി പറഞ്ഞാൽ ഈ വടക്കാഞ്ചേരിക്കാരൻ ഡോക്ടർ പ്രേംകുമാറിന് മുന്നിൽ മുട്ടുമടക്കാത്തവർ ആരും ഉണ്ടാകില്ല. വാർത്തകൾ തുടരുന്നു. അന്തരിച്ച സാഹിത്യ പ്രതിഭ MT വാസുദേവൻ നായർക്ക് വീട്ടിലെത്തി അന്ത്യോപചാരം അർപ്പിച്ച് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അന്തരിച്ച സാഹിത്യ പ്രതിഭ MT വാസുദേവൻ നായർക്ക് വീട്ടിലെത്തി അന്ത്യോപചാരം അർപ്പിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മറ്റൊരാളുമായും താരതമ്യം ചെയ്യാൻ സാധിക്കാത്ത വ്യക്തിത്വമാണ് MT വാസുദേവൻ നായരെന്ന് MV ഗോവിന്ദൻ അനുസ്മരിച്ചു. MT യുഗം അവസാനിച്ചിരിക്കുകയാണ്. MTയോട് ചേർത്ത് നിർത്തി താരതമ്യം ചെയ്യാൻ നമുക്ക് ആരുമില്ല. അദ്ദേഹം എഴുതിയ നോവലുകളും ചെറുകഥകളും ചലച്ചിത്ര ഇതിഹാസങ്ങളും ചർച്ച ചെയ്യപ്പെട്ടു. കേരളത്തിലെ ഇടതുപക്ഷ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞ എഴുത്തുകാരിൽ ഒരാളായിരുന്നു MT. പാർട്ടി ശക്തമായ വിമർശനങ്ങൾ നേരിട്ടപ്പോൾ പക്വതയോടെ CPM ഇല്ലായിരുന്നുവെങ്കിൽ എന്ന ചോദ്യം അദ്ദേഹം കേരളത്തിന് മുന്നിൽ ഉയർത്തി. CPM ഇല്ലാത്ത കാലത്തെക്കുറിച്ച് ചിന്തിക്കാനാകുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. വർഗീയതയ്ക്കെതിരെ ശക്തമായ നിലപാട് എടുത്തു. ഇടതുപക്ഷത്തിന്റെ പ്രസക്തിയെ കേരളത്തിൽ അടയാളപ്പെടുത്തിയ കലാകാരനാണ് വിട പറയുന്നതെന്നും MV ഗോവിന്ദൻ അനുസ്മരിച്ചു. കാലം വണങ്ങിയ കലാകാരന് പ്രണാമമർപ്പിക്കാൻ അക്ഷരമുറ്റത്ത് ഒത്തുകൂടി. കാലം വണങ്ങിയ കലാകാരന് പ്രണാമമർപ്പിക്കാൻ അക്ഷരമുറ്റത്ത് അവർ ഒത്തുകൂടി. വടക്കാഞ്ചേരി കേരളവർമ്മ പബ്ലിക് ലൈബ്രറിയിലാണ് MTയുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്താൻ അക്ഷരസ്നേഹികൾ ഒത്തുകൂടിയത്. MT വാസുദേവൻ നായർ വടക്കാഞ്ചേരിയിൽ ഏറ്റവും കൂടുതൽ എത്തിയത് കേരളവർമ്മ പബ്ലിക് ലൈബ്രറിയിലാണെന്ന് പ്രസിഡന്റ് V മുരളി പറഞ്ഞു. മലയാളത്തിൻ്റെ സുഹൃതമായിരുന്നു ശ്രീ MT വാസുദേവൻ നായർ. വടക്കാഞ്ചേരിയെ സംബന്ധിച്ചോളം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കടമെടുത്ത് പറഞ്ഞാൽ കൂടല്ലൂർ കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം വടക്കാഞ്ചേരിയായിരുന്നു. കാലങ്ങളായി വടക്കാഞ്ചേരിയുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആത്മബന്ധം എനിക്ക് തോന്നുന്ന ഒരു പക്ഷേ PN മേനോനിൽ നിന്ന് ആരംഭിക്കുന്ന ആ ബന്ധം. PN മേനോൻ ആണ് MTയുടെ ഓളവും തീരവും സിനിമയാക്കിയത്. പിന്നീട് കുട്ടിയടത്തെയും PN മേനോനാണ് സംവിധാനം ചെയ്തത്. ഒരുപക്ഷെ മലയാള സിനിമയുടെ ചരിത്രം എഴുതപ്പെടുന്ന ഒരാൾക്ക് ഓളവും തീരത്തെക്കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല. അത് MT തിരക്കഥ എഴുതി PN മേനോൻ സംവിധാനം ചെയ്തു എന്നതിലുപരി തമിഴ്നാട്ടിലെ മദ്രാസിലെ സ്റ്റുഡിയോകളിൽ കിടന്നിരുന്ന അല്ലെങ്കിൽ സ്റ്റുഡിയോകളിൽ മാത്രം ചിത്രീകരിച്ചിരുന്ന സിനിമ
ഒരുപക്ഷെ മലയാള സിനിമ ആദ്യം സ്റ്റുഡിയോയ്ക്ക് പുറത്ത് വന്നത് ഓളവും തീരവും എന്ന MTയുടെ PN മാൻ്റെ ചിത്രത്തിലൂടെയാണ്. PN മാനായിട്ട് ചലച്ചിത്ര രംഗത്തുണ്ടാകുന്ന ബന്ധം ആ കാലഘട്ടത്തിലാണ് ആരംഭിക്കുന്നത്. പിന്നീട് ഭരതേട്ടനുമായിട്ടുള്ള അടുപ്പം, ഭരതേട്ടൻ്റെ 2 പടങ്ങൾ, ഒന്ന് താഴ്വാരവും 2 വൈശാലിയും MT ആണ് തിരക്കഥ ചെയ്തത്. MT തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ വിസ്മയിപ്പിച്ചത് ഭരതൻ്റെ വരയാണ്. MT വൈശാലിയുടെ കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ കഥ കേൾക്കുകയും ഒപ്പം തന്നെ അതിൻ്റെ ഫ്രെയിമുകളൊക്കെ വരയ്ക്കുകയും ചെയ്തിട്ടുള്ള ഭരതേട്ടനെക്കുറിച്ച് MT വളരെ അത്ഭുതത്തോടുകൂടി പറയാറുണ്ട്. പിന്നെ മറ്റൊരാൾ ഹൈദരാലിയാണ്. കലാമണ്ഡലം ഹൈദരാലിയോട് വലിയ ആരാധനയായിരുന്നു അദ്ദേഹത്തിന്. കാരണം ഹൈദരാലി സംഗീതത്തോട് അല്ലെങ്കിൽ കഥകളിയോട് കാണിക്കുന്ന പ്രതിബദ്ധത, അതാണ് MT ഒരു പക്ഷേ ഹൈദരാലിയിലേക്ക് അടുപ്പിച്ചത്. ഹൈദരാലി നിരന്തരം കലഹിക്കുക എന്ന് പറഞ്ഞാൽ കഥകളി സംഗീതത്തിലെ വൈകല്യങ്ങൾ ചൂണ്ടിക്കാട്ടി, അതുപോലെ തന്നെ മറ്റ് കഥകളിയിലെയും ഒക്കെ തന്നെ വൈകല്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിരന്തരം കലഹിക്കുമ്പോൾ ഹൈദരാലി പറയുന്നതാണ് ശരി എന്ന് ആദ്യം സാക്ഷ്യപ്പെടുത്തിയത് MTയാണ്. ഹൈദരാലി അത് വലിയ ബഹുമതിയായിട്ട് തന്നെ എപ്പോഴും പറയാറുണ്ട്. MT ഉണ്ട് എൻ്റെ ഒപ്പം എന്ന് ഹൈദരാലി പറയാറുണ്ട്. മാത്രമല്ല ഹൈദരാലിയുടെ ആത്മകഥയ്ക്ക് അവതാരിക എഴുതിയത് ശ്രീ MT വാസുദേവൻ നായരായിരുന്നു. പിന്നെ സാഹിത്യ രംഗത്ത് പറഞ്ഞാൽ ഹൈദരാലിയുമായി ഒരു 65 വർഷത്തെ ബന്ധം നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ വടക്കാഞ്ചേരിയിലെ മുതിർന്ന സാഹിത്യകാരൻ P. ശങ്കരനാരായണനുണ്ട്. ശങ്കരനാരായണൻ എൻജിനിയർ ആയിരിക്കുമ്പോൾ അദ്ദേഹം യൗവന കാലഘട്ടത്തിൽ കഥകൾ എഴുതുമ്പോൾ ആ കഥകളൊക്കെ അന്ന് മാതൃഭൂമി പത്രത്തിന് ആഴ്ചപ്പതിപ്പിന് അയച്ചു കൊടുക്കുമ്പോൾ നല്ലതാണെങ്കിൽ മാത്രമേ MT എടുക്കുകയുള്ളൂ, അല്ലെങ്കിൽ തിരിച്ചയക്കും. പക്ഷെ അതുകൊണ്ടൊന്നും അദ്ദേഹത്തിന് യാതൊരു പിണക്കുണ്ടായിരുന്നില്ല. നിരന്തരം അദ്ദേഹം കോഴിക്കോട്ടേക്ക് വണ്ടി കയറുകയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗം പോലെ തിരിച്ചിങ്ങോട്ടും ഒരു കുടുംബാംഗം പോലെയായിരുന്നു. P. ശങ്കരനാരായണൻ അദ്ദേഹത്തിൻ്റെ വീടിന് പേരിട്ടത് MTയുടെ പുസ്തകത്തിൻ്റെ പേരാണ്. നിർമാല്യം എന്നാണ് ആ വീടിന് അദ്ദേഹം പേരിട്ടത്. P. ശങ്കരനാരായണനായിട്ട് നല്ല ആത്മബന്ധമാണ്. P. ശങ്കരനാരായണനായിട്ടുള്ള ആത്മബന്ധം, അതുപോലെ തന്നെ മച്ചാട് ഉള്ള കൃഷിക്കാരനായിട്ടുള്ള ബാലകൃഷ്ണൻ തെച്ചൻ സാധാരണ കർഷകനാണ്. അദ്ദേഹം വായിക്കാറുണ്ട്. പക്ഷെ അദ്ദേഹം വായിച്ച് MTയെ വായിക്കാൻ തുടങ്ങിയപ്പോൾ പല കഥാപാത്രങ്ങളും അദ്ദേഹത്തിന് തോന്നിയത് തന്നെക്കുറിച്ചാണെന്ന് തോന്നി. കാരണം അശ്രയത്തിലെ ഗോവിന്ദൻകുട്ടിയാണ് ഒരു പക്ഷേ